നാക് കോഴക്കേസിൽ CBI അറസ്റ്റ് ചെയ്ത പ്രൊഫസറിനെ ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത വരുന്നുണ്ട്. പ്രൊഫസർ രാജീവ് സിജാരിയെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അനുകൂലമായ പരിശോധനാ റിപ്പോർട്ടിനായി ആന്ധ്രാപ്രദേശിലെ വിദ്യാഭ്യാസ ഫൗണ്ടേഷനിൽ നിന്ന് 1.8 കോടി രൂപ കോഴ വാങ്ങി എന്ന കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. പ്രധാനമായും ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് ഇത്തരത്തിൽ നാക് പരിശോധനയ്ക്കായി കൈക്കൂലി വാങ്ങിയ കേസിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രൊഫസർ അടക്കമുള്ള 10 പേരെ CBI കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇതിൽ അറസ്റ്റിലായവരിൽ JNUവിൻ്റെ പ്രൊഫസറായ രാജീവ് സിജാരിയും ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ JNU അധികൃതർ നടപടി സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. JNUവിലെ അടൽ ബിഹാരി വാജ്പേയി സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പിലെ പ്രൊഫസറാണ് അദ്ദേഹം. ആന്ധ്രയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നാക് പരിശോധന നടത്തുന്നതിനിടെ അവർക്ക് നല്ല അക്രഡിറ്റേഷൻ, അതായത് A++ ഗ്രേഡ് നൽകുന്നതിനായി കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് രാജീവ് സിജാരിയെയാണെന്ന് CBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 1.8 കോടി രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ തന്നെ 28 ലക്ഷം രൂപ മാത്രമാണ് നാക് അംഗങ്ങൾ, ചെയർമാൻ അടക്കമുള്ള 7 അംഗങ്ങൾക്ക് നൽകിയിരുന്നത് എന്നും ബാക്കി തുക മുഴുവൻ രാജീവ് സിജാരിയെ തന്നെ കൈക്കലാക്കുകയായിരുന്നു എന്നും CBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇയാൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ നേരത്തെ തന്നെ സഹ അധ്യാപകരും വിദ്യാർത്ഥികളും ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിലൊരു അധ്യാപകനെതിരെയാണ് ഇപ്പോൾ JNU നടപടിയെടുത്തിരിക്കുന്നത്. മറ്റ് 9 പേരെ കൂടി CBI ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.